കോമാടൻ്റെ തമാശ വളരെയധികം വലിയ തമാശ, ഇതിനേക്കാളും വലിയൊരു തമാശ അല്ല. അഹ്സനി ഉസ്താദിൻ്റെ വഅദ് കേട്ട് 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 നിങ്ങൾ ശംസുൽ ഉലമ എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യയെ ഓർക്കേണ്ടി വന്നു. പൊന്നാര കോമാട, ശംസുൽ ഉലമനെ ഞങ്ങൾ എന്നും ഓർക്കുന്ന ആളാണ്. അത് പഴയ കാലഘട്ടം മുതലേ ശംസുൽ ഉലമ ഓർത്തുകൊണ്ട് തന്നെ പോരുന്നത്. അതങ്ങനെ തന്നെയാണ്. ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ സുന്നത്തമായത്തിൻ്റെ നേതാവല്ലേ. പിന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായത്. അതാണല്ലോ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് സമയത്താണല്ലോ പിന്നെ എൻ്റെ വാപ്പാനെ പോലത്തെ കുറച്ച് ആൾക്കാർ മടവൂർ CM വലിയുള്ളാൻ്റെ അടുത്ത് പോയത്. അപ്പോൾ CM വലിയുള്ള പറഞ്ഞല്ലോ, സുന്നത്തമായത്തിൽ ചെറിയൊരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കാന്തപുരത്തിൻ്റെ ഒപ്പം നിന്നോളി എന്ന് പറഞ്ഞല്ലോ. അത് ജന പറഞ്ഞിരുന്നല്ലോ അല്ലേ. എന്നിട്ട് അപ്പം അഹ്സനി ഉസ്താദിൻ്റെ പ്രസംഗം കേട്ട് കേട്ട് ആണ്ട് ഓർക്കേണ്ടി വന്നു. അതിനൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ. അതാ പറയണു, അഹ്സനി ഉസ്താദിൻ്റെ വഅദ് കേട്ട് കേട്ട് ശംസുൽ ഉലമ എന്ന ആ മഹാമനീഷിയെ പറ്റി നിങ്ങൾക്ക് ഓർക്കേണ്ടി വന്നു. ഇനിയോ വേറൊരു രസകരമായ കാര്യം പിന്നെയും പറയുന്നുണ്ട്, അതും കൂടി നോക്കുക. നിങ്ങളല്ല ഈ ഫിത്തന മുഴുവണ്ടാക്കി. അതാ മൂപ്പര് പറഞ്ഞു, നിങ്ങൾ ഇന്നെ ഈ ശംസുൽ ഉലമനെ എന്തിനാ അകറ്റിയത്? നിങ്ങൾ നോക്കിന ആ സ്റ്റേജിൽ കുത്തിരിക്കണ പലരോടുവാ. അത് നിങ്ങളിന്ന് മൂപ്പര് പറയണം. മൂപ്പർക്ക് ആരാന്നറിയാലോ, പുറത്ത് പറയാൻ പറ്റൂല. പുറത്ത് പറയാൻ പറ്റൂല. നിങ്ങളാണ് എന്നെ ശംസുൽ ഉലമനെ അകറ്റിയത്. നിങ്ങളെന്ന് പറയുമ്പോൾ അത് പിന്നെ AP ഉസ്താദിനെ അറിയാലോ ആരൊക്കെയാണ്. ആ സ്റ്റേജിലിരിക്കണ പലരുമാണ്. പുറത്ത് പറയാൻ പറ്റൂല. പൊന്നാര ചെങ്ങായിയെ, ആ സ്റ്റേജിലിരിക്കണ ഒറ്റൊരു മഹലൂക്ക് അതിൽപ്പെട്ടിട്ടില്ല. അറിയോ? ഒറ്റൊരു മഹലൂക്ക് അതിലില്ല. 1989 എന്താണോ സമസ്ത അനുഭവിച്ചത് അതേ പ്രയാസമാണ് ഇന്ന് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പ്രസിഡൻ്റായിക്കൊണ്ടിരിക്കുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1989 പിളരാനുള്ള കാരണം എന്താണ്? അതേ കാരണം തന്നെയാണ് ഇന്നും ഉള്ളത്. അന്നുണ്ടായ അതേ കാരണമാണ് ഇന്ന് സമസ്ത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും സമസ്തയുടെ വേദിയിൽ അവസാന പ്രഭാഷകനായിരിക്കുന്ന പലരുടെയും പ്രസംഗത്തിന് കയറി നിൽക്കുമ്പോൾ കസാലകൾ മാത്രം ബാക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ സമസ്തയെ എതിർത്തു. അവർ നളന്തയോട് പിന്താങ്ങി. അങ്ങനെ പല പ്രയാസങ്ങളും ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുന്നത്തമായത്തിൻ്റെ വിഷയം തന്നെയാണ്. അന്നുണ്ടായത് സുന്നത്തമായത്തിൻ്റെ വിഷയം തന്നെയാണ്. കാന്തപുരം ഉസ്താദ് ഒരു പൊടിക്ക് വിട്ടില്ല. അപ്പോൾ കാന്തപുരം ഉസ്താദ് ഒരു പൊടിക്ക് വിടാത്തത് കൊണ്ട് അതിൽ പിന്നെ തുടർന്ന് പോകാൻ ബുദ്ധിമുട്ട് വന്നു. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ പാപ്പ ഇറങ്ങിപ്പോന്നു. അതിനോടൊപ്പം ഇവരൊക്കെ പോന്നു. എന്നാൽ ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിയന്ത്രിക്കുന്ന ഈ സമസ്തയിൽ അതേ പ്രയാസം തന്നെയുള്ളത്. 1989 എന്താണോ അനുഭവിച്ചത് അതേ പ്രയാസം തന്നെയാണ് ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. മറ്റുള്ളവർ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി നോക്കിയല്ലോ. പലയിടത്തും ജിഫ്രി തങ്ങൾ എന്തെല്ലാം പറഞ്ഞു നോക്കി. ലീഗിൻ്റെ അനുയായികൾ അതേ വാക്കുകൾ തന്നെയായിരുന്നു അന്നും പറഞ്ഞിരുന്നത്. തന്നെ ആയിരുന്നു. പക്ഷേ അതാണ് മാറിപ്പോയപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ പല ഓലങ്ങളുണ്ടാക്കി, പല രൂപങ്ങളുണ്ടാക്കി കത്തിക്കലൊക്കെ തുടങ്ങി. ഇപ്പോൾ ഇന്ന് സ്വന്തത്തിൽ തന്നെ പ്രയാസങ്ങൾ വന്നപ്പോൾ പിന്നെ കാന്തപുരം ഉസ്താദിൻ്റെ കത്തിക്കലവിടെ നിർത്തി. സ്വന്തം നേതൃത്വത്തിൻ്റെ പിന്നെ അനുയായികളെ ചീത്ത പറയൽ തുടങ്ങി. നമ്മളിതൊക്കെ കണ്ടല്ലേ, ഇതൊക്കെ നമ്മൾ കേട്ടില്ലേ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അടുത്തടുത്ത് ഈ 1-2 കൊല്ലത്തിൻ്റെ ഉള്ളിലല്ലേ നമ്മളിതൊക്കെ കണ്ടത്. അപ്പോൾ അതേ ഉണ്ടായിട്ടുള്ളൂ. പൊന്നാരെ കോമാടാ, വെറുതെ കുത്തിത്തീർപ്പ് ഉണ്ടാക്കല്ലേ. ഇനി വെറുതെ ഒരു കുത്തിത്തീർപ്പ്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കുത്തിത്തീർപ്പാണ്. ഓരോന്ന് പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് എടുക്കാം. പക്ഷെ ജനങ്ങൾക്ക് അപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. നമ്മളെ യഹ്യ ബുഖാരി തങ്ങളടക്കം പറയുന്നത് കേട്ടോക്കി നിങ്ങൾ.
ഷംസുലുലമയും കാന്തപുരം ഉസ്താദിനെയും അവർ പറയുന്നത് കേട്ടോക്കി. എന്നിട്ട് ഈ യഹിയൽ ബുഖാരി തങ്ങളാണ് ഇവരെ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടാണ് കോമാട്ടുചാലിൽ അബ്ദുദ്ദീൻ കൂട്ടരും നടക്കുന്നത്. എന്നാ യഹിയൽ ബുഖാരി തങ്ങൾ പറഞ്ഞതെങ്കിലും ഒന്ന് കേട്ടോയിക്കൂടെ? ഷംസുലമ എന്നിട്ടെങ്ങനെ ഷംസുലമ എന്നങ്ങനെ പറയാൻ കാരണം മരിച്ചിട്ടില്ല. മരിച്ചെന്നോ വിചാരിച്ചത് ഇവൻ മരിച്ചോനാ വിചാരിച്ചോൻ മരിക്കാത്തോണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹബീബ് ഉസ്താദ് വീണ്ടും പോയിന് അവിടെ ഖബറിൻ്റെ അടുത്ത്. അസ്സലാമലൈക്കും സത്വനോട് പോയിട്ട് പറയോ? ഹബീബ് ഉസ്താദും ശംസുല്ലമാൻ്റെയും ബന്ധം അത്രയും സ്നേഹമുള്ള ബന്ധമാണ്. ആ ബന്ധം കാരണമാണ് അവർ തമ്മിലുള്ള ബന്ധം. അത് അനുഗ്രഹിക്കട്ടെ. ആ മഹാന്മാരുടെ ആത്മീയ പ്രവർത്തനത്തിൻ്റെ ആത്മീയ ദർശനം നമ്മളിൽ ദാർശികമാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. കോമാടാ, അദ്ദോ, നൂസോ, കുഞ്ഞാമതെ, പമ്പൈസ് കേട്ടില്ലേ? നമ്മളുടെ മടവൂർ കോട്ട നടത്തുന്ന വടിത്തങ്ങൾ എന്ന് പറയപ്പെടുന്ന യഹിയൽ ബുഖാരി തങ്ങൾ പറയുന്നത് കേട്ടില്ലേ? ഷംസുലുലമയുടെയും കാന്തപുരം ഉസ്താദിൻ്റെയും ബന്ധം അത് അതിരറ്റ ബന്ധമായിരുന്നു. അത്രമാത്രം വലിയ ബന്ധങ്ങളായിരുന്നു അവർ വലിയ ബന്ധങ്ങളായിരുന്നു. അവരുടെ പിന്നിൽ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യഹിയൽ ബുഖാരി തങ്ങൾ പാപ്പ ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നത്. എന്താ കോമാടാ പറയാനുള്ളത്? എന്നാൽ ഈ കോമാടൻ തന്നെ ഒരു സമയത്ത് ഷഹർ മുബാരക്കിനെ സംബന്ധിച്ച് മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. ഹബീബിനെ വിട്ടിട്ട് സലാം പോലും പറയണ്ട. ഇത് കോമാടനാ പറയണത്. ഷഹർ മുബാരക്കിൽ സംശയിക്കുന്ന ഹംക്കിനോട് സലാം പോലും പറയരുത്. ഏയ് ഇതാരാണേ കോമാടൻ പറയണേ. ഇനി വേറെയും പറയുന്നുണ്ട്, ഒന്നും കൂടി വന്നോട്ടെ. ഇതോ കയ്യിൽ മക്കാമൂടി ഇല്ലായെങ്കിലൊക്കെ വഹാബിയാക്കി ഉണ്ടല്ലോ. അതിന്റെ ഭാര്യയോടും പറയാനും തുറന്ന് നഊദുബില്ലാ. ഈ കെ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെ കോമാട്ടുചാലിൽ അബ്ദുള്ള പറയണ എന്ത്? ഓല കയ്യിൽ മക്കാമും കൂടി ഇല്ലെങ്കിലും മുഴുവൻ ആൾക്കാരും വഹാബിയക്കാരൻ, ഒക്കെ വഹാബിയക്കാരൻ. മക്കാമും കൂടി ഓല കയ്യിലില്ലെങ്കിൽ മുഴുവൻ ആൾക്കാരും വഹാബിയക്കാരൻ. ആ പണ്ഡിതന്മാരെയാണാ പറയണത്, സമസ്ത പണ്ഡിതന്മാരെയാണാ പറയണത്. എന്നിട്ട് ഇപ്പോൾ ഓനങ്ങോട്ട് ഷംസുലുലമനങ്ങോട്ട് ഒലിപ്പിച്ചിട്ട് പറയാനും മടി ഉണ്ടാവില്ല. ഇത് പൈസ കിട്ടും. അതിനെക്കൊണ്ട് എന്ത് പറയേണ്ടിയുള്ളൂ? അങ്ങനെ എതിർക്കാൻ പറ്റില്ല. അതിനെക്കൊണ്ട് എന്ത് ചെയ്യാണ്ടിരിക്കുകയാണ്? ഇത് പറയാണ്ടിരിക്കുക. എല്ലാ മക്കാമൊക്കെ എന്നോട് പണ്ടാരാ ചോദിച്ചു, നീറ്റ കയ്യിൽ തന്നെ ഉള്ള മക്കാമോ ആവരുള്ളാത്ത മക്കാമോ ഇല്ല 2-3 മക്കാമോ അങ്ങനെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഇത് അത് ചിലത് അങ്ങനെയുണ്ട്. ചിലത് മനുഷ്യനെ കാക്കാൻ ചിലപ്പോൾ അള്ള ആക്കല് നായിന ഉണ്ടല്ലോ. മനുഷ്യന് നല്ല സാധനമല്ലേ. അപ്പോൾ സമസ്ത പണ്ഡിതന്മാരാണ് ഈ പറഞ്ഞത്. മനസ്സിലായി കേട്ടങ്ങള്? എന്നിട്ട് ഓന അപ്പം എന്ത് ചെയ്യണത്? എന്താ പറയണത്? ഹസനി ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് ഷംസുലുലമനെ പറ്റിയാണ്ട് പറയുന്നത് കേട്ട് പറയലുടങ്ങിയെന്ന്. ഏയ് ആ ഷംസുലുലമയുടെ സമസ്തയെ, അതല്ലെങ്കിൽ ജിഫിരി തങ്ങൾ പാപ്പ നയിക്കുന്ന സമസ്തയെ പറ്റി പറഞ്ഞാൽ എന്താ അറിയോ? നായയോടാണ് ഉപമിച്ചത്. നായയോടാണ് ഉപമിച്ചത്. മനുഷ്യനെ കാക്കാൻ വേണ്ടിക്കൊണ്ട് ചിലപ്പോൾ നായനെ അള്ളാഹു തആലാക്കും. അതിൽപ്പെട്ടതാണ് പറഞ്ഞത് സമസ്തനെ പറ്റിയിട്ട്. കാരണം കാന്തപുരം വിഭാഗത്തിൻ്റെ കയ്യിൽ, അഥവാ അന്ന് ഈ ചങ്ങായി കാന്തപുരം വിഭാഗത്തിലാണ്. അന്ന് നമ്മളെ കയ്യിലാകെ 2-3 മക്ബറുള്ളൂ. ബാക്കി മക്ബറുകളൊക്കെ ഓരോ കയ്യിലാണ്. അപ്പോൾ മനുഷ്യനെ കാക്കാൻ വേണ്ടിക്കൊണ്ട് ചിലപ്പോൾ നായ്ക്കൾ അള്ളാഹു തആലാക്കും. ഏയ് അതിൽപ്പെട്ട ടീമാണെന്ന് പറഞ്ഞത്. ഇത്ര മോശമായ രൂപത്തിലാണ് സമസ്ത ഇ കെ വിഭാഗം അഥവാ ജിഫിരി മുത്തുക്കോയത്തങ്ങൾ നയിക്കുന്ന സമസ്തയെ കുരുവട്ടൂരികൾ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ. എന്നിട്ട് ഇപ്പോൾ ഷംസുലുലമൻ്റെ മാർഗത്തിലാണ് ഞങ്ങൾ, ഷംസുലുലമയുടെ പിന്നിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് 4 നിന്ന് ഒച്ചുണ്ടാക്കിയതിനെ കൊണ്ട് ഷംസുലുലമൻ്റെ മക്കൾ നിങ്ങളെ ചേർക്കൂലട്ടോ, ഓരുങ്ങളെ കൂട്ടൂലട്ടോ. ഒരു ബുദ്ധിയുള്ളവരാണ്, ഒരു ചോരയിക്കുന്നവരാണ്. എങ്ങനായാലും നിങ്ങളെ ചേർക്കൂല. സമസ്ത എന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ്. അതുപോലെ വേറെ സമസ്തനെ ചെറുതാക്കി കാണിക്കുന്നുണ്ട് ഞങ്ങൾ. സമസ്ത എന്നുള്ളത് കേരളത്തിലെ ചെറിയൊരു സംഘടനയാണ്.
കുറെ സംഘടന ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തുനബിന്റെ ഒരു പറയട്ടെ, അല്ല പറയാം, എനിക്കും പറയാലോ, ഞാൻ പറഞ്ഞെങ്കിൽ ലിമിറ്റക്കല്ലി. മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീഅത്താണ്, അത് മുജാഹിദിന്റെ ശരീഅത്താണ്. അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട്. ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തന്റെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ഓൽക്കും ബാധകമാണ്. ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എല്ലാവർക്കും ബാധകമാണ്. നിന്ന സമസ്ഥാനം കിട്ടലാണ് ഇപ്പൊ നിങ്ങൾ ആവശ്യം, അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ അതൊരു കള്ള ശരീഅത്താണ്. ഏത് അത് കൂട്ടത്തിൽ മനസ്സിലാക്കിയോളി. മുത്തുനബിന്റെ ഒരു ഷാറു മുബാറക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഗണ്ഡിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ. ഇതാണ് ഇപ്പൊ SK സമസ്ത ഇവിടെ EK സമസ്തന്റെ മുഷാവറ പാസാക്കിയത്. ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല, അത് കള്ള ശരീഅത്താണ്. അപ്പൊ ആരൊക്കെയാണോ എല്ലാവർക്കും അത് ബാധക തന്നെയാണ്. ഏത് സമസ്ത ആയാലും ശരി, അതും കള്ള ശരീഅത്താണ്. ഇന്ന് വരില്ല. ലത്തീഫിയയിലെ ഷാറു മുബാറക്ക് അംഗീകരിച്ചത് ഗണ്ഡിതമായ സനതുണ്ടായിട്ടല്ല. ഡൽഹിയിലെ ഷാറു മുബാറക്ക് അംഗീകരിച്ചത് ഗണ്ഡിതമായ സനതുണ്ടായിട്ടല്ല. കൊയിലാണ്ടിയിലുള്ള ആദം നബിന്റെ കാൽപാദം അംഗീകരിക്കുന്നത് ഗണ്ഡിതമായ സനതുണ്ടായിട്ടല്ല. മർക്കസിലെ തിരുകേശത്തൊപ്പം ഗണ്ഡിതമായ സനതുണ്ടാകണം എന്നുള്ള വാദം അത് പുതിയൊരു വാദമാണ്, കള്ള ശരീഅത്താണ്. കേട്ടില്ലേ? സമസ്തനെ പറ്റി പറയുന്നത് കേട്ടില്ലേ? അതാണ് ഓല സമസ്തയോടുള്ള സ്നേഹം.